വെൽക്കം ടു എ ന്യൂ സെഷൻ. ടുഡേ സെഷൻ നമ്മൾ ഇത്രയും ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ഓർഡർ, മോളിക്കുലാരിറ്റി ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ സച്ച് ആസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, അതുപോലെ തന്നെ എലമെൻ്ററി ആൻഡ് നോൺ എലമെൻ്ററി റിയാക്ഷൻസ്. സോ വിൽ ബി സ്റ്റാർട്ടിംഗ് ദ ഫസ്റ്റ് ടോപ്പിക്. ലെറ്റ് കൺസിഡർ എ റിയാക്ഷൻ എ പ്ലസ് ബി പ്ലസ് സി ഗിവിങ് എ പ്രോഡക്റ്റ്. ഈ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ, അതായത് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ടേം അറ്റ് ദ റിയാക്ഷൻ സൈഡ്, അതിൻ്റെ പവേഴ്സിൻ്റെ സം ആണ്. ഈ ഒരു കേസിൽ ക്യാപിറ്റൽ എ ബി സി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ്. അതിൻ്റെ എത്രയാണ് അതിൻ്റെ പവേഴ്സ് എക്സ് വൈ സെഡ് എന്നാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഓർഡർ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആയിരിക്കും ഈ ഒരു കേസിൽ ഓർഡറായിട്ട് വരുന്നത്. ഇനി മോളിക്കുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്ക് പാർട്സ് ഇൻ ദ റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി എന്ന് എഴുതിയിരിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ റിയാക്ഷൻ സൈഡാണ്, റിയാക്റ്റൻറ്റ് സൈഡാണ്. അപ്പോൾ അതിൻ്റെ സമ്മാണ് മോളിക്കുലാരിറ്റി വരുന്നത്. സോ കമ്മിങ് ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ, അതായത് ഫസ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഇൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ the rate of reaction is directly proportional to concentration of only one reactant. അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്ന കാര്യം കോൺസെൻട്രേഷൻ ഓഫ് ഒരു റിയാക്റ്റൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ജനറലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസിഡർ ചെയ്യുക, ജസ്റ്റ് കൺസിഡർ എ റിയാക്ഷൻ എ ഗിവിങ് പ്രോഡക്റ്റ് എന്നുള്ള റിയാക്ഷൻ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, റേറ്റ് എപ്പോഴും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് -r എന്നുള്ള വാല്യൂ ആണ്, അല്ലെങ്കിൽ റേറ്റ് എന്ന് തന്നെ എഴുതാം, ഇസിക്കൽ ടു കെ ഇൻറ്റു എ റേസ് ടു 1. അതായത് 1 ഗിവിങ് പ്രോഡക്റ്റ് അല്ലേ, അപ്പോൾ എൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ 1 ആണ്, എ റേസ് ടു 1 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റേറ്റ് കെ ഇൻറ്റു എ റേസ് ടു 1. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഈ 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എയുടെ പവറാണ് നമ്മുടെ ഓർഡറായിട്ട് വരുന്നത്. ഒരു കമ്പോണൻ്റ് അല്ലേ ഉള്ളൂ റിയാക്റ്റൻ സൈഡിൽ, എ അല്ലേ ഉള്ളൂ. അപ്പോൾ ഓർഡർ ഈസ് 1. അതിൽ എ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ യൂണിറ്റാണ്. ഒന്നുകിൽ സെക്കൻഡ് ഇൻവേഴ്സ് എന്നോ അല്ലെങ്കിൽ ടൈം ഇൻവേഴ്സ് എന്നോ ആയിരിക്കും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെ വാല്യൂ, അതായത് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു എൻ എക്സാമ്പിൾ, SO2Cl2 എന്ന് പറയുന്ന ഒരു റിയാക്റ്റൻറ്റ് ഈസ് ഡിസോസിയേറ്റഡ് ഇൻറ്റു Cl2 പ്ലസ് SO2. ഹിയർ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ അറ്റ് ദ റിയാക്ഷൻ സൈഡ്, അതായത് SO2Cl2 റേസ് ടു അതിൻ്റെ പവർ എത്രയാണ്? എല്ലാത്തിൻ്റെ പവർ 1 ആണ്. ഓക്കെ, ആ ഒരു ഡിസോസിയേറ്റ് ചെയ്ത കമ്പോണൻറ്റിൻ്റെ പവർ 1 ആണ്. സോ ഓർഡർ ഈസ് 1. നെക്സ്റ്റ് കമ്മിങ് ടു ദ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കോൺസെൻട്രേഷൻ. അതായത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ്റെ സ്ക്വയർ ആയിരിക്കും എന്നാണ്. സോ ജസ്റ്റ് കൺസിഡർ എ റിയാക്ഷൻ എ പ്ലസ് ബി ഗിവിങ് പ്രോഡക്റ്റ്. അപ്പോൾ എയും ബിയും ഉണ്ട്, അപ്പോൾ 2 കമ്പോണൻ്റ് ഉണ്ട് റിയാക്റ്റൻ സൈഡിൽ, നമുക്ക് പ്രോഡക്റ്റ് ഒരെണ്ണമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിയാക്ഷൻ റേറ്റ് എന്ന് വെച്ചാൽ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ്. അപ്പോൾ 1A പ്ലസ് 1B ആണ്, അതായത് 1A 1 റേസ് ടു 1 എന്നാണ്, അതായത് 1A റേസ് ടു 1 1B റേസ് ടു 1 എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പവേഴ്സ് എല്ലാം 1 ആണ്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ റേസ് ടു 1 ബി റേസ് ടു 1. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിയാക്ഷൻ റേറ്റ് എഴുതിയതിന് ശേഷം ഓരോ കോൺസെൻട്രേഷൻ ടേമിൻ്റെയും പവേഴ്സിൻ്റെ സമ്മ് 1 + 1 = 2. മോളിക്കുലാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എത്ര മോളിക്യൂൾസ് ഓഫ് എ ഉണ്ട്, എത്ര മോളിക്യൂൾ ഓഫ് ബി ഉണ്ട്, അതായത് 1 റേസ് ടു 1 എന്ന് പറഞ്ഞു. ആ 1A പ്ലസ് 1B ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അത് 1A പ്ലസ് 1B = 2 ആണ്. ഓക്കെ, 1 + 1 = 2. അപ്പോൾ മോളിക്കുലാരിറ്റിയും ഓർഡറും ഈ ഒരു കേസിൽ 2 ആണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ മോളിൽ എഴുതിയിരിക്കുന്നതിൽ എയും ബി എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റും ആണ്. ഇതിൻ്റെ യൂണിറ്റ് ഓർത്ത് വയ്ക്കുക. ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇനി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ എപ്പോഴും നമുക്ക് ഓർഡർ 2 ആയിരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. H++OH ഗിവിങ് H2O എന്നുള്ള റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു Hഉം ഒരു OHഉം ഉണ്ട്, അതാണ് H2O ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ റേറ്റ് എന്ന് വെച്ചാൽ K ഇൻറ്റു H⁻1 OH⁻1. കറസ്പോണ്ടിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 1 ആണ് ഈ ഒരു കേസിൽ. ഇറ്റ് ഈസ് ഈക്വൽ ടു 2. നൗ വിൽ ഡിസ്കസ് ദ തേർഡ് ഓർഡർ റിയാക്ഷൻ. തേർഡ് ഓർഡർ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ച് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസ് 3A ഗിവിങ് പ്രോഡക്റ്റ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് റേറ്റ് എഴുതുമ്പോൾ നമുക്ക് പറയാൻ പറ്റും K ഇൻറ്റു എ റേസ് ടു അതിൻ്റെ എക്സ്പോണൻ്റായിട്ട് 3 എടുത്ത് എഴുതുക. അപ്പോൾ നമ്മൾ റേറ്റ് എഴുതിയതിന് ശേഷം ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവറാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഓർഡർ 3യും മോളിക്കുലാരിറ്റി എന്ന് വെച്ചാൽ എത്ര മോളിക്യൂൾ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷനാണ്, അപ്പോൾ അതും 3 ആണ് ഈ ഒരു കേസിൽ വരുന്നത്. സിമിലർലി വി കൺസിഡർ അനദർ
another equation that is 2 reactant ഉള്ള ഒരു കേസ് എടുക്കുക, 2A plus B giving product. Here rate എന്ന് വെച്ചാൽ concentration term of A raised to അതിൻ്റെ coefficient മൾട്ടിപ്ലൈഡ് ബൈ കോഫിഷ്യൻ ടേം ഓഫ് ബി റേസ് ടു അതിൻ്റെ കോഫിഷ്യൻറ്റ്. അപ്പോൾ ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്, റേറ്റ് ഇക്വേഷൻ എടുത്തതിന് ശേഷം എയുടെയും ബിയുടെയും കോഫിഷ്യൻറ്റ്, അതായത് 2+1, ഹിയർ ഇറ്റ് ഈസ് 3. മോളിക്കുലാരിറ്റി ഓൾസോ 2+1 ഇറ്റ് ഈസ് ഈക്വൽ ടു 3. ആൻഡ് സിമിലർലി ഇൻ ദ തേർഡ് കേസ് ദാറ്റ് ഈസ് 3 റിയാക്ടൻറ്റ് A plus B plus C ഗിവിംഗ് പ്രോഡക്റ്റ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ റേറ്റ് എഴുതുന്നതും വിച്ച് ഈസ് ഈക്വൽ ടു, റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A1 A raised to 1 B raised to 1 C raised to 1 എന്ന് എഴുതാം. So the corresponding order is 1 plus 1 plus 1 it is equal to 3 and molecularity എന്ന് പറയുമ്പം in this case 3 റിയാക്റ്റൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ molecularity is also 3. ഇതിൽ A B C എന്നൊക്കെ കാണിച്ചിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും K എന്ന് പറയുന്നത് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ ഒരു തേർഡ് ഓർഡർ റിയാക്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇൻ തേർഡ് ഓർഡർ റിയാക്ഷൻ ദ ഓവറോൾ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റിയാക്റ്റൻറ്റ് ഈസ് 3 എന്ന് പറയാം. കമ്മിങ് ടു ആൻ എക്സാമ്പിൾ 2NO plus Cl2 ഗിവിംഗ് 2NOCl. അതിൽ റിയാക്ഷൻ റേറ്റ് എന്ന് വെച്ചാൽ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫസ്റ്റ് ടേമിൻ്റെ കോൺസെൻട്രേഷൻ ടേം റേസ് ടു അതിൻ്റെ കോഫിഷ്യൻറ്റ് പവറായിട്ട് എഴുതുക, Cl2 റേസ് ടു അതിൻ്റെ പവർ എഴുതുക. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ റേറ്റ് എഴുതിയതിന് ശേഷം ഉള്ള NO2ൻ്റെ പവർ പ്ലസ് Cl2ൻ്റെ പവർ വിച്ച് ഈസ് ഈക്വൽ ടു 2+1 ഈക്വൽ ടു 3. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ യൂണിറ്റ് ഓഫ് K ഇൻ ദിസ് കേസ് ഇസ് മോൾ ഇൻറ്റു ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1 എന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് തേർഡ് ഓർഡർ റിയാക്ഷന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു റിയാക്ഷൻ റേറ്റ്, അതായത് റിയാക്ഷൻ റേറ്റും റേറ്റ് കോൺസ്റ്റൻറ്റും ഈക്വൽ ആയിരിക്കും. In other words, we can say that zero order reaction are those in which the concentration of reaction doesn't change over time and concentration rate remain constant. Just consider a reaction A giving product. ഒരു സീറോ ഓർഡർ റിയാക്ഷനിൽ റിയാക്ഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു K, ദ കോൺസെൻട്രേഷൻ ഓഫ് ഫസ്റ്റ് ടേം റേസ് ടു 0 എന്ന് എഴുതുക വിച്ച് ഈസ് ഈക്വൽ ടു K. അതായത് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റും കോൺസെൻട്രേഷനും സെയിം ആയിരിക്കും. ഇതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻ്റ് ആയ Kയുടെ യൂണിറ്റ് ആണ് മോൾ ഇൻറ്റു ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1, അതാണ് അതിൻ്റെ ഫോം. ഇനി നമ്മൾ കുറേ റിയാക്ഷൻ പഠിച്ചു, അതിൻ്റെ പിക്ചറൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മളിപ്പം ഒരു ഗ്രാഫ് വരയ്ക്കുവാണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റെയും ടൈമും വെച്ച് ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ദിസ് ഇസ് ദ പാറ്റേൺ ഫോർ സീറോ ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റും കോൺസെൻട്രേഷനും സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കേസിൽ ഗ്രാഫ് ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. A is equal to A0 minus KT ആണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടേമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് A is equal to A0 ഇൻറ്റു EXP എന്ന് പറഞ്ഞ എക്സ്പോണൻറ്റ് ഇൻറ്റു -KT ആണ് നമ്മൾ കിട്ടുന്നത് ഈ ഗ്രാഫിൽ നിന്ന്. ഇനി അതിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്, സ്ട്രെയിറ്റ് ലൈൻ അല്ല, ചെറിയൊരു കർവ് ഉണ്ടാവും. ആൻഡ് കമ്മിങ് ടു ദ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഇതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റെയും ടൈമും കൂടെ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന കർവ് കുറച്ചും കൂടെ ബെൻഡഡ് ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 1/A is equal to 1/A0 plus KT ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സീറോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ റിയാക്ഷനെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു മെത്തേഡുണ്ട്, കോൺസെൻട്രേഷനും റിയാക്ഷനും റേറ്റും കൂടെ കൂടെ പ്ലോട്ട് ചെയ്യുമ്പോൾ സീറോ ഓർഡർ റിയാക്ഷനിൽ കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, എക്സ് ആക്സിസിന് പാരലലായിട്ട്. അതിൽ R is equal to K ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 45 ഡിഗ്രിയിലൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. അതിൽ റേറ്റ് is equal to K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പവറല്ലേ ഉള്ളൂ, K A raised to 1 ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സ്ലോപ്പ് എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കണ്ടുപിടിക്കുന്നത്? നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും, എന്നിട്ട് y/x ആണ് സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്ന y/x ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് K വാല്യൂ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ നോക്കുമ്പോൾ റേറ്റ് എന്ന് വെച്ചാൽ K A raised to 2 ആണ്, കാരണം ഓർഡർ എപ്പോഴും 2 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കർവ് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ബെൻഡഡ് ആയിട്ടുള്ള ഒരു കർവാണ് കിട്ടുന്നത് കമ്പയറിങ് ടു ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഇത് y/x നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഈ കർവിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ y/x ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ സ്ലോപ്പാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A. അതാണ് നമുക്ക് സ്ലോപ്പിൽ നിന്ന് കിട്ടുന്നത്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഇസ് എലമെൻ്ററി റിയാക്ഷൻ. അതിൻ്റെ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ എലമെൻ്ററി റിയാക്ഷൻ ഇസ് എ കെമിക്കൽ റിയാക്ഷൻ വെയർ റിയാക്റ്റൻറ്റ് ഡയറക്ട്ലി ഫോം പ്രോഡക്റ്റ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് with a single transition state. Here no intermediate products are formed. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റെപ്പിൽ A plus B ഗിവിംഗ് പ്രോഡക്റ്റ്
എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റെപ്പിൽ ഒരൊറ്റ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റെപ്പ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് നോൺ എലമെൻ്ററി എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ 2HI ഗിവിങ് H2 + I2. അതിൽ 2HI എന്ന് വെച്ചാൽ ഹൈഡ്രജൻ അയഡൈഡ് ആണ്. ആ ഹൈഡ്രജൻ അയഡൈഡ് ഡീകമ്പോസ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് അയഡിൻ ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ഒരൊറ്റ സ്റ്റെപ്പിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എലമെൻ്ററി റിയാക്ഷൻ. ഇനി എലമെൻ്ററി റിയാക്ഷൻ തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. യൂണിമോളിക്കുലർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗിവിങ് പ്രോഡക്റ്റ്. എ എന്ന് പറയുന്ന ഒരൊറ്റ റിയാക്റ്റൻറ്റും ഒരൊറ്റ പ്രോഡക്റ്റ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ റേറ്റ് എത്രയാണ് വരുന്നത്? KA എന്ന് വരും. ഇനി ബൈ മോളിക്കുലർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 2 റിയാക്റ്റൻറ്റും ഒരു പ്രോഡക്റ്റും കിട്ടുന്ന കേസ്. അപ്പോൾ A + A ഗിവിങ് P, A + B ഗിവിങ് P, അതുപോലെ A + C ഗിവിങ് P. ഇതിൻ്റെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ റിയാക്റ്റൻ സൈഡിൽ 2 കമ്പോണൻ്റ് ഉണ്ടാവും, 2 മോളിക്യൂൾസ് ഉണ്ടാവും, ഒരു പ്രോഡക്റ്റാണ് കിട്ടുന്നത്. സോ കൺസിഡർ ദ ഫസ്റ്റ് കേസ് A + A ഗിവിങ് P. അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? K × A × A. അപ്പോൾ A × A വേണമെങ്കിൽ നമുക്ക് K × A² എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാം. അതുപോലെ സെക്കൻഡ് കേസ് A + B ഗിവിങ് പ്രോഡക്റ്റ്. അതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ K × A × B. 2 കമ്പോണൻ്റ് ആണല്ലോ ഉള്ളത് റിയാക്റ്റൻ സൈഡിൽ. അതുപോലെ തന്നെ തേർഡ് കേസ് എടുക്കാം, A + C ഗിവിങ് P. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ K × A × C. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ബൈ മോളിക്കുലർ റിയാക്ഷൻ, ബൈ മോളിക്കുലർ എലമെൻ്ററി റിയാക്ഷൻ. കമ്മിങ് ടു ദ തേർഡ് വൺ, ടെർ മോളിക്കുലർ റിയാക്ഷൻ. അതിൽ 3 കമ്പോണൻ്റ് ഉണ്ട്, ഒരൊറ്റ പ്രോഡക്റ്റ് ആണുള്ളത്, A + B + C ഗിവിങ് പ്രോഡക്റ്റ്. അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ K × ആ ഓരോ കോൺസെൻട്രേഷൻ ടേം A × B × C എന്ന് എഴുതാം. സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ A + B ഗിവിങ് പ്രോഡക്റ്റ്. അപ്പോൾ അതിൻ്റെ റേറ്റ് K × A × A × B എന്ന് എഴുതാം. 2 A ഉള്ളതുകൊണ്ട് K × A² എന്ന് എഴുതി ബീൻ്റെ കോൺസെൻട്രേഷൻ ടേമും കൂടെ എഴുതാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എലമെൻ്ററി റിയാക്ഷൻ. നൗ വി വിൽ ബി ഡീലിംഗ് വിത്ത് നോൺ എലമെൻ്ററി റിയാക്ഷൻ. In non-elementary reaction, reaction intermediates form the final products. In other words, 2 or more elementary reaction combine to form a non-elementary reaction. So, non-elementary reaction is a multi-step reaction. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സ് ആണ് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് മൾട്ടിപ്പിൾ എലമെൻ്ററി റിയാക്ഷൻസ് കമ്പൈൻ ചെയ്താണ് നോൺ എലമെൻ്ററി റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനാണ് നോൺ എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നോൺ എലമെൻ്ററി റിയാക്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതികൾ. സോ കമ്മിങ് ടു എൻ എക്സാമ്പിൾ, 2NO + 2H2. ദിസ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് N2 + 2H2O. അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഫോർവേഡും ബാക്ക്വേർഡും റിയാക്ഷൻ നടക്കുന്നതിനാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് റിയാക്ഷൻ ഹാവ് എ മൾട്ടിപ്പിൾ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ ഒരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ സ്റ്റെപ്പാണ് ഇതിലുള്ളത്. അതിൽ 3 സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പിൽ ഏതാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്? ആ സ്റ്റെപ്പിൻ്റെ റേറ്റ് എടുക്കുക. ആ റേറ്റ് ആയിരിക്കും ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ജനറൽ ഇക്വേഷൻ്റെ റേറ്റ്. ജസ്റ്റ് കൺസിഡർ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്ലോ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പാണ്. ഈ 3 സ്റ്റെപ്പിൽ ഏതാണ് സ്ലോ ആയിട്ട് നടക്കുന്നത്? അതാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് വൺ ആണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എങ്കിൽ അതിൻ്റെ റേറ്റ് എടുക്കുക. അപ്പം റേറ്റ് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്? K1 × NO⁻². അപ്പോൾ ആ റേറ്റ് ആയിരിക്കും ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന റിയാക്ഷൻ്റെ റേറ്റ് ആയിട്ട് എഴുതേണ്ടത്. സപ്പോസ് സിമിലർലി നമുക്ക് എല്ലാ സ്റ്റെപ്പും അങ്ങനെ പറയാം. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എങ്കിൽ ആ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ റേറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ട് ആ റേറ്റ് ആയിരിക്കും ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിൽ റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? K2 × N2O2 + H2. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ റിയാക്ഷൻ റേറ്റ്. ആ റേറ്റ് ആയിരിക്കും ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ തേർഡ് സ്റ്റെപ്പ് ആണെങ്കിൽ സിമിലർലി അതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കും. K3 × N2O + H2. അതിൻ്റെ കോൺസെൻട്രേഷൻ ടേം എല്ലാം കൂടെ ഞാൻ എഴുതും. അതായിരിക്കും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഓവറോൾ റേറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നോൺ എലമെൻ്ററി റിയാക്ഷൻ. ഞാൻ ഹൈലൈറ്റ് ചെയ്തിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ എഴുതുന്നതേ ഉള്ളൂ. റേറ്റ് ഓഫ് നോൺ എലമെൻ്ററി റിയാക്ഷൻ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. വിച്ച് ഈസ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് വിച്ച് ഈസ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ റിയാക്ഷൻ. വളരെ സ്ലോ ആയിട്ട് നടക്കുന്നത്. ഇപ്പോൾ 3 സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതെങ്കിൽ അതിൽ ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്നതാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദ റേറ്റ് ലോ ഓഫ് ദ ഓവറോൾ റിയാക്ഷൻ വിൽ ബി സെയിം ആസ് ദ റേറ്റ് ലോ ഓഫ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു 3 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഏതാണോ സ്ലോയിൽ നടക്കുന്നത് അതിനെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സ്ലോവസ്റ്റ് ആയിട്ടുള്ള, അതായത് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പിൻ്റെ റേറ്റ് ആയിരിക്കുന്നു.
ഓക്കെ, അപ്പോൾ ഈ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് മെഷർഡ് എക്സ്പീരിമെൻ്റലി ദെയർ ബൈ ഡിറ്റർമൈൻ ദ ഓവറോൾ റിയാക്ഷൻ. എക്സ്പീരിമെൻ്റലി ആണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോൺ എലിമെൻ്ററി റിയാക്ഷനിലാണല്ലോ ഈ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പൊക്കെ വേണ്ടത്. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിമെൻ്റലി ആണ് ചെയ്യുന്നത്. ഇനി വേറൊരു മെത്തേഡ് വഴി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ മെത്തേഡ്. ഇതിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഓർ പ്രോഡക്റ്റ് ആർ മോണിറ്റേർഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഒരു റിയാക്ഷൻ നടക്കുമ്പം അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും കണ്ടിന്യൂസ്ലി നമ്മൾ മോണിറ്റർ ചെയ്യും. അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ആസ് വെൽ ആസ് പ്രോഡക്റ്റ് ആർ മോണിറ്റർഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദ ഡേറ്റ ഈസ് ഒബ്റ്റെയിൻഡ്. ആ ഒരു ഡേറ്റ നമുക്ക് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് ദ ഇൻ്റഗ്രൽ റേറ്റ് ലോ. ഫസ്റ്റ് ലോയിലോ സെക്കൻഡ് ലോയിലോ ആ ഡേറ്റ ഇട്ട് കൊടുത്തിട്ട് ഏത് ഓർഡർ ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ നമ്മൾ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഫോർ ടുഡേ സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.